നമ്മുടെ കണക്ക് കൂട്ടലനുസരിച്ച് ചിലർ യോഗ്യരായിരിക്കും, പക്ഷെ ആ യോഗ്യത അള്ളാഹു പരിഗണിക്കുകയില്ല. അബൂ താലിബിൻ്റെ യോഗ്യത പോലെ, ഇബ്രാഹിം നബിൻ്റെ ബാപ്പാൻ്റെ യോഗ്യത പോലെ, നൂഹ് നബിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും യോഗ്യത പോലെ. ഇവരൊക്കെ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ഹിദായത്ത് കിട്ടാൻ യോഗ്യരാണ്, അത്ര വലിയ അഡ്രസ്സുള്ളവരാണ്, അത്ര വലിയ 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 ആൾക്കാരുടെ ബാപ്പയും മക്കളും ഒക്കെയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചില്ല. നമ്മൾ അയോഗ്യരായി കാണുന്നവർ അള്ളാഹു തആല ചിലപ്പോൾ അവരെയായിരിക്കും ഹിദായത്ത് നൽകുന്ന കാര്യത്തിൽ അംഗീകരിച്ചിട്ടുണ്ടാകുക. ഖത്താബിൻ്റെ മകൻ ഉമറിനെ പോലെ ജഹാലത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ കടുത്ത സ്വഭാവക്കാരനും ഹിദായത്തിനെതിരിൽ വളരെ ശക്തിയായി നിലനിന്ന വ്യക്തിയുമാണ്. പക്ഷെ അള്ളാഹു സെലക്ട് ചെയ്തു. അബൂ ജഹലിൻ്റെ മകൻ